നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനമുയരുമ്പോഴും രാജിവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാജി ആലോചനയിൽ പോലുമില്ലെന്ന് പ്രതികരണം. കൂടുതൽ നടപടി വരുമെന്ന സൂചന നൽകി വി ഡി സതീശൻ. വേറിട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. പാർട്ടിക്ക് മുന്നിൽ പരാതിയില്ലെന്ന് ദീപാദാസ് മുൻഷി. രാഹുലിന് സംരക്ഷണ കവചമൊരുക്കി ഷാഫി പറമ്പിൽ. പരാതിയില്ലാതെ തന്നെ രാഹുൽ രാജിവെച്ചല്ലോ എന്ന ന്യായീകരണം. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ മടക്കം. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അയാൾ രാജിവെച്ചല്ലോ. ഇങ്ങനൊരു ആരോപണ പരിസരത്തിൽ അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ. വടകരയിൽ ഷാഫിയുടെ പരിപാടിയിലേക്ക് തള്ളിക്കയറി CPM പ്രവർത്തകർ. തൃശൂരിൽ തൊട്ടിലുമായി സമരം ചെയ്ത മഹിളാ മോർച്ച. പുതിയ അധ്യക്ഷനാരെന്ന കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിൽ തർക്കം രൂക്ഷം. അബിൻ വർക്കിയെ പ്രസിഡന്റാക്കണമെന്ന ദേശീയ നേതൃത്വത്തോട് ഒരു വിഭാഗം. KM അഭിജിത്തിനായി A ഗ്രൂപ്പ് രംഗത്ത്. വനിതകളെ പരിഗണിച്ചാൽ അരിത ബാബുവിന് സാധ്യത. യൂത്ത് കോൺഗ്രസിൽ തർക്കമില്ലെന്ന് വി ഡി സതീശൻ. ലയണൽ മെസ്സിയും സംഘവും നവംബറിൽ കേരളത്തിലേക്ക്. കേരളത്തിൽ കളിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകും. 5 ദിവസത്തിൽ കുറയാതെ മെസ്സി കേരളത്തിലുണ്ടാകുമെന്ന് സ്പോൺസർമാർ. ആരാധകരുമായി സംവദിക്കും. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ചേർത്തല ഐഷ തിരോധാനം കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ്. കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം. നിർണായകമായത് ന്യൂസ് 18 നടത്തിയ അന്വേഷണം. ആലപ്പുഴ ഒറ്റപ്പനയിലെ വയോധികയുടെ കൊലപാതകത്തിൽ 2 പേർ കൂടി കസ്റ്റഡി. ധർമ്മസ്ഥലയിൽ ഞെട്ടിക്കുന്ന വഴിത്തിരിവ്. മൃതദേഹങ്ങൾ മറവു ചെയ്തെന്ന് വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളി അറസ്റ്റിൽ. മൊഴിയിൽ പൊരുത്തക്കേടുണ്ടെന്ന് അന്വേഷണ സംഘം. പരാതിക്കാരിയായ സുജാത ഭട്ടും മൊഴിമാറ്റി. അനന്യ എന്നൊരു മകൾ ഇല്ലെന്ന് സുജാത. കോഴിക്കോട്ടെ കൂട്ടബലാത്സംഗത്തിൽ പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതം. പിടിയിലാകാനുള്ളത് 5 പേർ. പീഡനത്തിനിരയായത് പശ്ചിമബംഗാൾ സ്വദേശിനിയായ 15-കാരി. സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. ലൈംഗികാതിക്രമ പരാതിയിൽ ചവറ കുടുംബ കോടതി ജഡ്ജിക്കെതിരെ ഹൈക്കോടതിയുടെ അന്വേഷണം. വിവാഹമോചനത്തിനെത്തിയ യുവതിക്ക് ദുരനുഭവമുണ്ടായെന്ന് പരാതി. ജഡ്ജി വി ഉദയകുമാറിനെ MACT കോടതിയിലേക്ക് മാറ്റി. അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ ആഞ്ഞടിച്ച് മല്ലിക സുകുമാരൻ. ലൂസ് ടോക്കർ എന്ന ആരോപണം തെറ്റ് ചൂണ്ടിക്കാട്ടുമെന്ന ഭയം കൊണ്ട്. ഞാൻ ഇപ്പം 100% തിരിച്ചെടുക്കണം. അവരെ പോയി കണ്ട അവർ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് പറഞ്ഞത് തെറ്റാണ്. അവര് ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലല്ലോ ഇറങ്ങിപ്പോയത്. നമ്മളല്ലേ അവരെ എല്ലാം കൂടെ വേദനിപ്പിച്ച് പുറത്താക്കിയത്. അതിജീവിതയെ അമ്മയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് മല്ലിക. എമ്പുരാൻ വിവാദത്തിൽ താരസംഘടന പൃഥ്വിരാജിനെ പിന്തുണച്ചില്ലെന്നും വിമർശനം. വിശദമായ വാർത്തകളിലേക്ക്. പാർട്ടിക്കുള്ളിൽ നിന്നടക്കം ആവശ്യം ശക്തമാകുമ്പോഴും MLA സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാജി ആലോചനയിൽ പോലും ഇല്ലെന്നാണ് രാഹുലിന്റെ നിലപാട്. വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ച ഷാഫി പറമ്പിൽ രാഹുലിനെ കൈവിടാതെ പ്രതിരോധമുയർത്തി. ഒരു പരാതിയുമില്ലാതെ ആരോപണം ഉയർന്ന ഉടൻ രാഹുൽ രാജിവെച്ചല്ലോ എന്നായിരുന്നു ഷാഫിയുടെ ന്യായീകരണം. കോൺഗ്രസിനെ നിർവീര്യമാക്കാമെന്ന് കരുതേണ്ടെന്നും താൻ ബീഹാറിലേക്ക് ഒളിച്ചോടിയെന്ന വാർത്ത തെറ്റാണെന്നും ഷാഫി പറഞ്ഞു. ഒരു കോടതി വിധിയോ ഒരു FIR അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത്. ഒരു കോടതി വിധി
രാഹുലിനെതിരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ വിവാദ അധ്യായം അവസാനിച്ചെന്നുമായിരുന്നു AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം. And I think this chapter is over because he has resigned from the Youth Congress. So far to the party, no complaint has come from any person, any woman or any family against Rahul. From the party, we didn't receive any complaint. We came to know from various media where some people are complaining. So Rahul said it very clearly what he has said, and he has resigned from the Youth Congress. It is not a legal battle, it is not a complaint against the battle which we are doing. It is on a moral ground what Rahul has decided and he has done. And I will ask now the other parties, they should also do the same way. He has not been removed, he has resigned. Even today also I spoke to the KPCC president. We didn't get any kind of complaint, and not in the police station also there is no FIR lodged against him. That chapter 2 days before is over. I will ask the opposition party to look into their party matters first and then tell about Congress. എന്നാൽ രാഹുലിനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കുവച്ചത്. പാർട്ടി അന്വേഷിക്കുമെന്നും കോൺഗ്രസ് മറ്റ് പാർട്ടികളിൽ നിന്ന് വേറിട്ടതാണെന്ന് തെളിയിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്താ പറഞ്ഞത്, ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയറുണ്ട്, സിസ്റ്റമുണ്ട്. എന്നിട്ട് നോക്കാം. പിന്നെ ഈ പറയുന്ന ആളുകൾ, ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ കാര്യത്തിൽ അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്തണമല്ലായിരിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യനും MS അനീഷ് കുമാറും ചേരുന്നു. ആദ്യം ഡാനിലേക്ക്. ഡാൻ, MLA സ്ഥാനം രാജിവെക്കില്ല എന്ന് ഉറച്ചു പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതേസമയം VD സതീശൻ ഇന്ന് പറഞ്ഞത് ഗുരുതരമായ കാര്യമാണ്, ഇത് ഗൗരവമായി തന്നെ അന്വേഷിക്കുമെന്ന് പറയുന്നു. ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം വന്നപ്പോൾ ഈ അധ്യായം അടഞ്ഞതാണ്, കഴിഞ്ഞതാണ് എന്ന് പറയുന്നു. എവിടെ എത്തി നിൽക്കുന്നു കോൺഗ്രസിന്റെ പ്രതിരോധം? അശ്വതി, ഇപ്പോഴും പുറത്തു വരാത്ത ചില ഗുരുതരമായ പരാതികൾ കൂടിയുണ്ട്. അത് ഈ ദുരനുഭവം നേരിട്ട ആളുകൾ അവരുടെ സ്വകാര്യതയെ ബാധിക്കുമോ എന്ന ഭയം മൂലം പരസ്യ പ്രതികരണവുമായി പുറത്തേക്ക് വരാത്തതാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ അത് സംബന്ധിച്ച കൃത്യമായ സൂചനകൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിന് കൈമാറിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിവാദമുണ്ടായ സമയം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്തു നിന്നുകൂടി മാറ്റണം എന്ന ആവശ്യം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിൽ അതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണങ്ങളിലേക്കൊന്നും മുതിർന്ന നേതാക്കൾ ആരും ഇതുവരെ കടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ MLA സ്ഥാനത്തു നിന്നുകൂടി മാറി നിൽക്കണമെന്ന ആവശ്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും പറയുന്ന ന്യായം, സമാനമായ ആക്ഷേപം നേരിട്ടവർ ഭരണപക്ഷത്തുൾപ്പെടെ ഉണ്ടെന്നിരിക്കെ പിന്നെ രാഹുലിന് മാത്രം എന്തിന് വ്യത്യസ്തമായ ഒരു ശൈലി രാഹുലിൻ്റെ കാര്യത്തിൽ മാത്രം സ്വീകരിക്കണം? നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ തന്നെ പോകട്ടെ. അതല്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ നിലനിൽക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങൾ വലിയ തരത്തിൽ പ്രചാരണ ആയുധമാക്കി മാറ്റും CPM-ഉം BJP-യും. അതുകൊണ്ട് അങ്ങനെ ഒരു നടപടിയിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അതിൽ പ്രതിരോധം തീർക്കാനാകും. ആരോപണം വന്നപ്പോൾ തന്നെ നടപടിയെടുത്തു എന്ന പ്രതിരോധം മാത്രം ഇപ്പോൾ മതി എന്ന നിലപാടിലാണ് ഒരു വിഭാഗം ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം പാർട്ടിക്ക് ഇതുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതിച്ഛായ നഷ്ടം വളരെ വലുതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനം ഒരുങ്ങുകയാണ്. അവിടെ ഏതെങ്കിലും വിധേന ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിച്ഛായ നഷ്ടം മറികടക്കണമെങ്കിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് നിന്നുകൂടി മാറി നിന്നാൽ അത് CPM-നെ വെട്ടിലാക്കുന്ന ഒരു നടപടിയായി മാറുമെന്നാണ്
അതിനെ അനുകൂലിക്കുന്ന നേതാക്കന്മാരുടെ വാദം. അവർ പറയുന്നത് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നതിലൂടെ CPM-ൽ ഉൾപ്പെടെ സമാനമായ ആരോപണം നേരിട്ടവർ ഇപ്പോഴും അവിടെ തുടരുകയല്ലേ? കോൺഗ്രസിൽ ഒരു നേതാവിനെതിരെ അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ മുഖം നോക്കാതെ നടപടിയെടുത്തു. അതാണ് കോൺഗ്രസിന്റെ ശൈലി എന്ന് അങ്ങനെ എടുക്കുന്ന ഒരു കാർക്കശ്യം നിറഞ്ഞ തീരുമാനത്തിലൂടെ വാദിക്കാൻ കഴിയും. അത് തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിനെ പ്രചാരണായുധമാക്കി മാറ്റാൻ കഴിയും. CPM-ഉം BJP-യും മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപങ്ങളെ ചെറുക്കാൻ ആ ഒറ്റ തീരുമാനം കൊണ്ട് തന്നെ കഴിയുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾ. എന്തായാലും നിലവിൽ പുതിയ പരാതിയുമായി പോലീസിനെയോ അല്ലെങ്കിൽ പാർട്ടിയെയോ മറ്റാരും സമീപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരു വിഭാഗം ശ്രമിക്കുമ്പോഴും ഗൗരവം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. പാർട്ടി നേതൃത്വത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില പരാതികൾ കൂടി ഗുരുതര സ്വഭാവത്തിൽ എത്തുമെന്ന സന്ദേഹം കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ട് എന്നതാണ് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ. ശരി, ഡാൻ ഗുരുവാണ് വിവരങ്ങൾ നൽകിയത്. MS അനീഷ് കുമാറിലേക്ക് കൂടി പോകുന്നു. അനീഷ്, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ എന്താകും ഷാഫി പറമ്പിലിന്റെ പ്രതികരണം എന്ന് ഉറ്റുനോക്കുകയായിരുന്നു നമ്മളെല്ലാവരും. അതേസമയം താൻ ഈ വിഷയം വന്നതിന് ശേഷം ബീഹാറിലേക്ക് ഒളിച്ചോടിയെന്ന വാർത്തയൊക്കെ മാധ്യമങ്ങൾ കൊടുത്തു. താൻ ഒളിച്ചോടിയതല്ല എന്ന് പറഞ്ഞെങ്കിലും രാഹുലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്നും ഒളിച്ചോടുകയായിരുന്നു ഷാഫി, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണമെന്ന് പറയാം. കാരണം പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു മെൻറ്റർ എന്നറിയപ്പെടുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ്. അദ്ദേഹം പാലക്കാട്ട് നിന്നും MP ആയി വടകരയിലേക്ക് പോരുമ്പോൾ മുന്നിൽ വെച്ച ഏക ഉപാധി രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കണമെന്നതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിച്ചു, വിജയിപ്പിച്ചു, MLA ആക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് രാഹുലിനെതിരെ ഒരു ഗുരുതരമായ ആരോപണം വന്നപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ നിന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് ബീഹാറിന് പോയത്. അവിടെ നിന്നാണ് ഇന്ന് കേരളത്തിലേക്ക് വടകരയിലേക്ക് മടങ്ങിയെത്തിയത്. അപ്പോഴും അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം നമുക്കറിയാം. സാധാരണ കേരളത്തിൽ എന്ത് രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതികരണം തേടുന്ന ആളുകളിൽ ഒരാളാണ്, പ്രതികരിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. പക്ഷേ ഇന്ന് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം തൻ്റെ നേതാക്കൾ പ്രതികരിക്കുമ്പോൾ, പ്രസിഡന്റും മറ്റ് പ്രതിപക്ഷ നേതാവും ഒക്കെ പ്രതികരിക്കുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വരിവരിയായി നിന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു. എന്താണ് പ്രതികരിക്കണമെന്ന് നിർബന്ധമുള്ളതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം രാഹുൽ ഒരു വലിയ ധാർമ്മികത മുൻനിർത്തിയുള്ളൊരു നിലപാട് സ്വീകരിച്ചു. ഇത്തരം ഒരു നിലപാട് മറ്റു പാർട്ടികൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ? LDF-ലെ MLA-മാർക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? CPM ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അതിൽ വലിയ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് ചെയ്തതെന്നും പറയുന്നു. പക്ഷേ ഇതിനപ്പുറം മറ്റു ചോദ്യങ്ങളിലേക്കോ ഉത്തരങ്ങളിലേക്കോ ഒന്നും അദ്ദേഹം കടക്കുന്നില്ല. ഒരുപാട് ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ സിനിമ നടി ആരോപണവുമായി വന്നപ്പോൾ തന്നെ അവർ ഈ ഷാഫി അടക്കമുള്ളവർക്ക് ഈ പരാതി നൽകിയിരുന്നു, അവരോട് പരാതി പറഞ്ഞിരുന്നു. പക്ഷേ അതിന്മേൽ നടപടിയെടുത്തില്ല. മറ്റ് പല തരത്തിലുള്ള ഈ ഒരു പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഓഡിയോ സന്ദേശം പുറത്തു വന്നു. ആ കാര്യങ്ങളിലൊക്കെ ഷാഫിക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയാമെന്ന വാദങ്ങൾ ഉയർന്നു വരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ തനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് ഉൾവലിഞ്ഞ് പുറത്തേക്ക് പോകുന്ന ഒരു ഷാഫി പറമ്പിലാണ് നമ്മൾ കണ്ടത്. എന്തായാലും അദ്ദേഹം ഇതുവരെ പ്രതികരിക്കാതിരുന്നതിനെക്കുറിച്ച് വിമർശനം ഉയർന്നപ്പോൾ താൻ പ്രതികരിച്ചു എന്ന് വരുത്തുക മാത്രമാണെന്ന് ഷാഫി ചെയ്ത്, മറിച്ച് പൊതുസമൂഹത്തിന് ഇക്കാര്യത്തിലുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഒരു MP-യോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മെൻറ്ററായ ഷാഫി പറമ്പിലിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെയാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇനി മാധ്യമങ്ങളോട് ഈ വിഷയത്തിലുടൻ പ്രതികരിക്കില്ല എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പൂർണ്ണമായും ഈ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളുന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ന്യായീകരിക്കുന്ന ഒരു പ്രതികരണമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ കഴിയില്ല. എന്തായാലും നിലവിലൊരു FIR പോലും എങ്ങും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല, ഒരു കോടതിയിലും കേസെടുത്തിട്ടില്ല. തുടങ്ങി രാഹുലിനെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന എല്ലാ വാദമുഖങ്ങളും ഷാഫി പറമ്പിലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുമുണ്ട്. മറുവശത്ത് ഷാഫി പറമ്പിലാണ് രാഹുൽ വിശദ വിവരങ്ങൾ നൽകിയത്. അതേസമയം യുവതികളുടെ വെളിപ്പെടുത്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. CPM-ഉം BJP-യും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് കോഴിക്കോട് വടകരയിൽ ഷാഫി പറമ്പിൽ പങ്കെടുത്ത പരിപാടിയിലേക്ക് CPM പ്രവർത്തകർ മാർച്ച് നടത്തി. രാഹുലിനെ സംരക്ഷിക്കുന്നത് VD സതീശനും ഷാഫിയുമാണെന്ന് പ്രവർത്തകർ ആരോപിച്ചു. തൃശൂരിൽ തൊട്ടിൽ കെട്ടിയായിരുന്നു മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. കേരള
കേരള ശാസ്ത്രോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. മറ്റന്നാൾ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിലാണ് യോഗം. യോഗത്തിന്റെ അധ്യക്ഷനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ പുതിയ അധ്യക്ഷൻ ആരെന്ന കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിൽ തർക്കം മുറുകുകയാണ്. നിലവിലെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് വേണ്ടി സംസ്ഥാന കമ്മിറ്റിയിലെ വലിയ വിഭാഗം വാദിക്കുകയും ദേശീയ നേതൃത്വത്തെ നിലപാട് അറിയിക്കുകയും ചെയ്തു. അബിന്റെ സാധ്യത ഇല്ലാതാക്കാനാണ് രാഹുലിനെതിരായ നീക്കത്തിന് പിന്നിൽ അബിനാണെന്ന പ്രചാരണമെന്നും ഇവർ വാദിക്കുന്നു. അതേസമയം പുനഃസംഘടനയിൽ തഴയപ്പെട്ട KM അഭിജിത്തിനായി എ ഗ്രൂപ്പും ശക്തമായി രംഗത്തുണ്ട്. വനിതകളെ പരിഗണിച്ചാൽ KC വേണുഗോപാൽ പക്ഷക്കാരിയായ അരിത ബാബുവിന്റെ പേരിനാണ് മുൻതൂക്കം. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കൂടുതൽ ഗ്രൂപ്പ് നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നതോടെയാണ് തർക്കം രൂക്ഷമാകുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിച്ഛായ നഷ്ടം വീണ്ടെടുക്കാൻ ഒരു വനിത തന്നെ യൂത്ത് കോൺഗ്രസിനെ നയിക്കട്ടെ എന്ന അഭിപ്രായം പാർട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉയർന്നു കേൾക്കുകയും അവിടേക്ക് KC പക്ഷക്കാരിയായ അരിത ബാബുവിന്റെ പേര് ശക്തമായി മുമ്പോട്ട് വരികയുമൊക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം ഡോക്ടർ സോയ ജോസഫിന്റെ ഉൾപ്പെടെ പേരുകൾ സജീവമായി ചർച്ചകളിലുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഐ ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാക്കൾ അബിൻ വർക്കിക്ക് വേണ്ടി നിലപാട് കടുപ്പിച്ചതോടെയാണ് ഇപ്പോൾ തർക്കം രൂക്ഷമാക്കിയിരിക്കുന്നത്. അബിൻ വർക്കിക്ക് ഒപ്പമുള്ള സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു വിഭാഗം നേതാക്കളും ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല, കമ്മിറ്റിയിലുള്ള ഒരാളെ മാത്രമേ അധ്യക്ഷനാക്കാവൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സംഘടനയുടെ ദേശീയ നേതൃത്വത്തെ അടക്കം അവർ ഈ നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ അബിൻ വർക്കി ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയായി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതിന് സാമുദായിക സമവാക്യങ്ങൾ തിരിച്ചടിയാകുമെന്ന ഒരു പ്രതീതിയാണ് അബിനെ എതിർക്കുന്നവർ മുമ്പോട്ട് വെക്കുന്നത്. അതായത് KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് ക്രൈസ്തവ മുഖമാണ്, KSUവിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ക്രൈസ്തവ മുഖമാണ്. അങ്ങനെയിരിക്കെ പോഷക സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടി, അതായത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടി ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷ മുഖമായ അബിൻ വർക്കിയെ പരിഗണിച്ചാൽ അത് സാമുദായിക സമവാക്യങ്ങൾ താളം തെറ്റിക്കും. അതുകൊണ്ട് ഒരു ഭൂരിപക്ഷ സമുദായത്തിന്റെ പ്രതിനിധിയെ അവിടേക്ക് പരിഗണിക്കണമെന്ന നിലപാടാണ് എതിർ വിഭാഗങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. അവിടെയാണ് എ ഗ്രൂപ്പ് ഇപ്പോൾ കഴിഞ്ഞ പുനഃസംഘടനയിൽ അവഗണന നേരിട്ട KM അഭിജിത്തിന്റെ പേരിന് വേണ്ടി, KSUവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ KM അഭിജിത്തിന്റെ പേരിന് വേണ്ടി ശക്തമായ അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അഭിജിത്തിനെ പോലെ പൊതു സ്വീകാര്യതയുള്ള ഒരു മുഖത്തെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ നിലവിലുണ്ടായിരിക്കുന്ന ഈ പ്രത്യാഘാതങ്ങൾ മറികടക്കാൻ കഴിയും. സമരോന്മുഖമായി സംഘടനയെ നയിക്കാൻ KM അഭിജിത്തിന്റെ അധ്യക്ഷ സ്ഥാന പരിഗണനയിലൂടെ കഴിയും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് എ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം KC പക്ഷത്ത് നിന്ന് ബിനു ചുള്ളിലിന് വേണ്ടിയുള്ള വാദവും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. അതിനിടയിൽ എങ്ങനെ ഈ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാം എന്നതാണ് സംഘടനയുടെ ദേശീയ നേതൃത്വം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് ഇതിൽ നിർണായകമായി മാറുമെന്ന് തന്നെയാണ് സൂചന. VK ശ്രീകണ്ഠൻ MPയുടെ സ്ത്രീവിരുദ്ധ പരാമർശം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശ്രീകണ്ഠനെ വിളിച്ച് പ്രതിഷേധമറിയിച്ചു. പിന്നാലെ കറക്റ്റ് ചെയ്തുവെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല. ഞാനത് അറിഞ്ഞ അപ്പം തന്നെ അദ്ദേഹത്തെ വിളിച്ച് എൻ്റെ പ്രതിഷേധം അറിയിച്ചു. അദ്ദേഹം അതിനകത്ത് കറക്റ്റ് ചെയ്തു. ഒരാൾ ഒരു സ്ലിപ്പ് വരാം, പക്ഷെ കറക്റ്റ് ചെയ്തു കറക്റ്റ് ചെയ്തു തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റാണ്, അതൊന്നും പറ്റില്ല, അതൊന്നും കോൺഗ്രസിൽ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ യുവതിക്ക് പിന്തുണയുമായി ട്രാൻസ്ജെൻഡർ കോൺഗ്രസ്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യായീകരിക്കില്ല. ആരോപണം ഉന്നയിച്ച അവന്തികയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് രക്ഷാധികാരി അരുണിമയും കുറുപ്പ് പറഞ്ഞു. ഇവിടെ ഏതെങ്കിലും തരത്തിൽ അവന്തിക വിഷ്ണുവിന്റെ വാദം ശരിയാണെങ്കിൽ രാഹുലിനെതിരെ കൃത്യമായി നടപടിയെടുക്കും. നേതൃത്വം അത് അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും രാഹുലിനെ മാത്രം ക്രൂശിച്ചിട്ട് കാര്യമില്ല. രണ്ടു ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ അറിയണം, സത്യാവസ്ഥ അറിയണം. നിയമവും കോടതിയും വ്യവസ്ഥിതികളും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തെളിവുകൾ സഹിതം എല്ലാം പുറം ലോകത്ത് വരണം.
ഹണി ഭാസ്കറിനെതിരായ സൈബർ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തു. 9 പ്രതികൾക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. സംഭവത്തിൽ തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. ഇതിന് പിന്നാലെ സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ പിന്മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഒരു സ്ത്രീക്കെതിരെയും സമൂഹമാധ്യമങ്ങളിൽ വേട്ട പാടില്ല. അങ്ങനെയുണ്ടായാൽ കർശന നടപടിയെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ പറഞ്ഞു. ഒരു സ്ത്രീയെയും സമൂഹമാധ്യമത്തിലൂടെ വേട്ടയാടാൻ പാടില്ല. അത് കോൺഗ്രസ് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ വേറെ ആരെങ്കിലും കണ്ടിട്ട് ആവേശഭരിതരായിട്ട് അത് ചെയ്യരുത്, അതിൽ നിന്ന് പിന്മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം. ലൈംഗികാതിക്രമ പരാതിയിൽ കൊല്ലം ചവറ കുടുംബക്കോടതി ജഡ്ജിക്കെതിരെ ഹൈക്കോടതി അന്വേഷണം. കക്ഷിയായ യുവതിയോട് ജഡ്ജി അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. പരാതിയെ തുടർന്ന് ജഡ്ജി വി. ഉദയകുമാറിനെ വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണലിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 19-നാണ് ചവറ കുടുംബക്കോടതിയിൽ വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ടെത്തിയ സ്ത്രീക്ക് ദുരനുഭവമുണ്ടായതെന്നാണ് പരാതി. കുടുംബക്കോടതി ജഡ്ജ് വി. ഉദയകുമാർ ചേംബറിൽ വെച്ച് യുവതിയോട് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി. സമാനമായ 2 പരാതികൾ കൂടിയുണ്ടെന്നാണ് സൂചന. ജില്ലാ ജഡ്ജിക്ക് നൽകിയ പരാതി ഹൈക്കോടതിക്ക് കൈമാറുകയായിരുന്നു. ആരോപണ വിധേയനായ കുടുംബക്കോടതി ജഡ്ജ് വി. ഉദയകുമാറിനെ തൊട്ടടുത്ത ദിവസം വാഹനാപകട നഷ്ടപരിഹാര ട്രിബ്യൂണലിലേക്ക് സ്ഥലം മാറ്റി. ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ജില്ലാ ജുഡീഷ്യറിയുടെ ചുമതലയുള്ള രജിസ്ട്രാർക്കാണ് അന്വേഷണ ചുമതല. ചൊവ്വാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അതേസമയം ആരോപണ വിധേയനായ ജഡ്ജിനെ മറ്റൊരു കോടതിയിലേക്ക് മാറ്റിയതിൽ അഭിഭാഷകർക്കിടയിൽ അമർഷം നിലനിൽക്കുന്നുണ്ട്. വി. ഉദയകുമാർ കഴിഞ്ഞ ദിവസം കൊല്ലം MACT കോടതിയിൽ ചാർജ് എടുത്തെങ്കിലും ലീവിൽ പോയി. സിറ്റിംഗ് നടത്തുകയാണെങ്കിൽ പ്രതിഷേധമുയർത്താനാണ് അഭിഭാഷകരിൽ ഒരു വിഭാഗത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കൊല്ലം. ധർമ്മസ്ഥലയിൽ വൻ ട്വിസ്റ്റ്. നിരവധി മൃതദേഹം മറവു ചെയ്തുവെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ മൊഴിയിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് കണ്ടെത്തൽ. കേസിലെ പരാതിക്കാരിയായ സുജാത ഭട്ടും മൊഴിമാറ്റി. അനന്യ ഭട്ട് എന്ന മകൾ ഇല്ല എന്നാണ് അവരുടെ മൊഴി. KV ബൈജു ആണ് വിവരങ്ങളുമായി ചേരുന്ന. ബൈജു, എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത്? അശ്വതി, വലിയ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ട്വിസ്റ്റ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് ഈ പരാതിക്കാരനായ ഈ സാക്ഷി തന്നെ പ്രതിയാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ഇയാളുടെ മൊഴികൾ അത് പരസ്പര വിരുദ്ധമാണെന്ന് SIT ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇയാളുടെ ചോദ്യം ചെയ്യലിൽ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അനന്യ ഭട്ടിന്റെ കേസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്തതാണ്. ഈ അമ്മ അവിടെ നിന്നും ഇത്തരത്തിൽ ഒരു അസ്ഥിയെങ്കിലും കണ്ടെത്തി തരൂ, മകളുടെ അന്ത്യകർമ്മം ചെയ്യാനെന്ന് ആവർത്തിച്ച് പറയുന്ന ആ ഒരു ദൃശ്യം അതൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടാകും. ആ ഒരു കേസും ഇത്തരത്തിൽ വ്യാജമായ ഒരു കേസാണെന്ന് ഇപ്പോൾ അവർ തന്നെ ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇവർക്കെതിരെയും ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നു. ഇത്തരത്തിൽ നേരത്തെ ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകർക്കെതിരെ എല്ലാം കേസെടുത്തിട്ടുണ്ട്. മഹേഷ് ഷെട്ടി തിമിരോടി, ഒപ്പം ജയന്ത്, ഗിരീഷ് തുടങ്ങി ആളുകൾക്കെതിരെ എല്ലാം കേസ് എടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ധർമ്മസ്ഥലയിൽ ഓരോ ദിവസവും പുതിയ ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ എന്താണ് ഈ ശുചീകരണ തൊഴിലാളി ആയ ഇയാളെ ഈ ചിന്നയ്യ എന്നാണ് ഇയാളുടെ പേരിപ്പോൾ പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇയാൾ കേസിൽ പ്രതിയായതോടുകൂടി ഇയാളുടെ പേരിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇയാൾ മുഖംമൂടി ധരിച്ചാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ ഇയാളുടെ പേരും വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇയാൾക്കെതിരെ ഗൂഢാലോചന ഉൾപ്പെടെ കുറ്റം, അതോടൊപ്പം വ്യാജ പരാതി നൽകിയെന്ന തുടങ്ങിയ കുറ്റങ്ങളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. ഇയാൾ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മറ്റു നടപടികൾ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ധർമ്മസ്ഥലയിൽ നിന്നും വലിയ തോതിൽ ആക്ഷേപം ഇത്തരത്തിൽ ഉയരുന്നു. ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുമെന്ന് ഒരു ഭാഗത്ത് ഒരു പക്ഷം പറയുമ്പോൾ ഇത്തരത്തിൽ അമ്പലത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരുന്നു എന്നൊരു ആക്ഷേപമായി മറ്റൊരു വിഭാഗം എത്തുന്നു. ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അപ്പോൾ നാടകീയമായ പല സംഭവങ്ങൾക്കുമാണ് ധർമ്മസ്ഥല സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളി SITയുടെ കസ്റ്റഡിയിലാണ്. കോടതിയിൽ ഹാജരാക്കി ഇയാളുടെ വിക്ടിം പ്രൊട്ടക്ട് ആക്ട് ഇയാൾക്ക് ബാധകമായിരുന്നു. അത് ഒഴിവാക്കി ഇപ്പോൾ പോലീസിന്റെ മറ്റു നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. ഏതായാലും ഇയാളെ അറസ്റ്റ് ചെയ്ത വിവരം ആഭ്യന്തരമന്ത്രി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അശ്വതി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ചേർത്തല ഐഷ തിരോധാനം കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ന്യൂസ് 18ലൂടെയുള്ള റോസമ്മയുടെ വെളിപ്പെടുത്തലാണ് കേസിലെ നിർണായക വഴിത്തിരിവായത്. സെബാസ്റ്റ്യൻ ഐഷയെ കൊലപ്പെടുത്തിയതായിരുന്നു എന്നാണ് റോസമ്മ വെളിപ്പെടുത്തിയത്. കേസിൽ സെബാസ്റ്റ്യനെ പ്രതി ചേർത്തേക്കും. എന്നാണ് ചേച്ചി കരുതുന്നത്. ജീവനോടെ ഉണ്ടെന്ന് കരുതുന്നു. ഉണ്ടായിരുന്നല്ലേ എവിടെ ആയാലും അച്ഛനെ വിളിച്ചെന്നെ എങ്ങനെയായാലും ഞാനുമായിട്ട് ബന്ധപ്പെട്ടേ.
സെബാസ്റ്റ്യൻ എന്തെങ്കിലും സഹായിക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആയിഷ. അതുകൊണ്ടായിരിക്കും പോയത്. പൈസ പോരാത്തതൊക്കെ അത് വന്നത് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വല്ലതും ആയിരിക്കും പോയത്. ഒരു ദിവസം മുഴുവൻ അവർ ഒരുമിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യയോടാണ് റോസമ്മ ആ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇപ്പോൾ പോലീസും അതിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശം? അശ്വതി, ഐഷ അതായത് ഒരു ഡിറ്റക്റ്റഡ് കേസായി എഴുതി തള്ളിയിരുന്ന ഐഷ തിരോധാന കേസ് ന്യൂസ് 18 വാർത്തയെ തുടർന്ന് ആദ്യം റീഓപ്പൺ ചെയ്യാനായി കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ചേർത്തല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് അത് ആളെ കണ്ടെത്താനാവാതെ ആ കേസ് എഴുത്തള്ളിയ ഒരു അവസ്ഥയായിരുന്നു. ഒപ്പം തന്നെ ഈ ജൈനമ്മ കൊലപാതക കേസ് പുറത്തു വന്നതോടുകൂടി പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവം പുറത്തു വന്നതോടുകൂടി നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് റോസമ്മ എന്ന വ്യക്തി നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. അതായത് സെബാസ്റ്റ്യനും ഐഷയും റോസമ്മയും അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ആളുകളാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുന്നു. തുടർന്നാണ് റോസമ്മ വളരെ നിർണായകമായ വിവരങ്ങൾ ന്യൂസ് 18 പങ്കുവച്ചത്. അതായത് ഐഷയെ കാണാതാകുന്നത് ഐഷ വാങ്ങാനിരുന്ന സ്ഥലത്തിന്റെ രജിസ്ട്രേഷന്റെ തൊട്ട് മുൻപത്തെ ദിവസമാണ് എന്നുള്ളത് റോസമ്മ നമ്മളോട് വ്യക്തമാക്കുന്നു. ഈ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടായിരുന്ന പണം, ഐഷയുടെ പണം സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ടായിരുന്നു. അത് വാങ്ങാനായി പോയ ഐഷയാണ് കൊല്ലപ്പെട്ടത്. ഐഷയെ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് റോസമ്മ നമ്മളോട് പങ്കുവച്ച വിവരം. തുടർന്ന് മാത്രമല്ല ഈ സെയിം മോഡസ്, അതായത് മറ്റ് കേസുകളിലേതുപോലെ തന്നെ മറ്റ് സ്ത്രീകളുടേതുപോലെ തന്നെ കാണാതായ ശേഷം ഐഷയുടെ ഫോണിൽ നിന്നും റോസമ്മയുടെ ഫോണിലേക്കടക്കം കോളുകൾ വന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. കോൾ അറ്റൻഡ് ചെയ്യുന്ന ഘട്ടത്തിൽ ആരും സംസാരിക്കില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് മറ്റ് ജൈനമ്മ ബിന്ദു പത്മനാഭൻ കേസുകളിൽ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഈ കേസ്. എന്തായാലും ന്യൂസ് 18 ആ ഒരു വാർത്ത നമ്മളോടുള്ള അവരുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടുകൂടി ക്രൈംബ്രാഞ്ച്, സ്പെഷ്യൽ ബ്രാഞ്ച് ടീം അടക്കമുള്ള ആളുകൾ ഇവരിൽ നിന്നും വിശദാംശങ്ങൾ തേടിയിരുന്നു. ഇപ്പോൾ മറ്റൊരു ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുന്നു എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശിച്ചനുസരിച്ച് 9 അംഗ സംഘത്തെ, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ചേർത്തല സിയുടെ നേതൃത്വത്തിലുള്ള അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ കേസിന്റെ വകുപ്പുകൾ, അതായത് ഒരു മിസ്സിംഗ് കേസായിട്ടാണല്ലോ നിലവിൽ ആ കേസുള്ളത്, അത് മാറ്റി അത് 302 അടക്കമുള്ള കൊലപാതക കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി അത് പുതുക്കാനും അതിന്റെ വകുപ്പുകൾ പുതുക്കാനും തീരുമാനമായിട്ടുണ്ട്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ഒറ്റപ്പനയിലെ വയോധികയുടെ കൊലപാതകത്തിൽ 2 പേർ കൂടി കസ്റ്റഡിയിൽ. തൃക്കുന്നപ്പുഴ സ്വദേശി സൈനലബ്ദീൻ എന്ന കുഞ്ഞുമോനും ഭാര്യ അനീഷയുമാണ് കസ്റ്റഡിയിലുള്ളത്. കൊലപാതകം നടന്ന 17-ന് ഇരുവരും വയോധികയുടെ വീട്ടിലെത്തിയിരുന്നതായി കണ്ടെത്തൽ. കേസിൽ പ്രദേശത്തെ പള്ളി ജീവനക്കാരൻ അബൂബക്കർ ഇന്നലെ അറസ്റ്റിലായിരുന്നു. പിടിയിലായവർക്ക് വയോധികയോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ലയണൽ മെസ്സിയും സംഘവും നവംബറിൽ കേരളത്തിലേക്ക്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. നവംബർ 11-നും 18-നും ഇടയിൽ 5 ദിവസത്തിൽ കുറയാതെ ലോകകപ്പ് ജേതാക്കൾ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് സംഘാടകരുടെ അവകാശവാദം. ഡിസംബർ 20-ാം തീയതിയാണ് ഞാൻ എഗ്രിമെന്റ് വെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഡിസംബർ 20-ാം തീയതി എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇത് അർജന്റീന വരും എന്നുള്ള കാര്യം. പക്ഷെ അവർ അടുത്ത വർഷത്തേക്ക് സമയം മാറ്റി ചോദിച്ച സമയത്ത് നമ്മളത് കഴിയില്ല, ഈ വർഷം തന്നെ വേണം എന്നുള്ള ഒരു കാര്യത്തിൽ ചാട്ടി പിടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അർജന്റീന ടീം പോലെ ഒരു ടീം നമ്മളോട് പണം മേടിച്ച് പറ്റിക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞത് വരും എന്നുള്ള കാര്യം. അത് മിനിസ്റ്റർ അത് തന്നെയാണ് പറഞ്ഞത്, എല്ലാവരും അങ്ങനെ അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ അന്നും ഇന്നും പറയുന്നത് മെസ്സി വരും, കളിക്കും എന്നുള്ളത് തന്നെയാണ്. ഞാൻ തുടക്കം തുടങ്ങി പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല ഈ സമയം വരെ, ഇത് അവർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന സമയം വരെ. ആരാധകർക്ക് മെസ്സിയെ കാണാൻ സൗകര്യമൊരുക്കുമെന്നും അർജന്റീനയ്ക്കെതിരെ കളിക്കാൻ ഓസ്ട്രേലിയൻ ടീം സന്നദ്ധത അറിയിച്ചതായും കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകരും മുഴുവൻ പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒന്നാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്ത് വരികയാണ്. കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഓണ സമ്മാനമാണ് ഈ വർഷത്തെ ഈ കളി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ കളിയെ ആഘോഷിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ബ്രസീൽ അടക്കമുള്ള, പോർച്ചുഗൽ അടക്കമുള്ള ടീമുകളോട് സന്നദ്ധത ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മറുപടികളൊന്നും വന്നിട്ടില്ല. ഫിഫ റാങ്കിങ്ങിൽ 50-ൽ താഴെയുള്ള ഏതെങ്കിലും ടീമുകളാണ് വരിക.
അപ്പോൾ ആ ടീമുകളെ ഒരു സന്നദ്ധ അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നല്ല 1-2 ടീമിനെ നമ്മൾ സെലക്ട് ചെയ്യും. അതായിരിക്കും കളിക്കുക. സ്പോർട്സ് ഡെസ്കിൽ നിന്നും എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു. എൽദോ, വലിയ സന്തോഷം, ഊഹാപോഹങ്ങൾക്കൊക്കെ വിരാമമായിരിക്കുന്നു. ഏത് രീതിയിലാണ് കേരളം തയ്യാറെടുക്കുന്നത്, തിരുവനന്തപുരം തയ്യാറെടുക്കുന്നത്? അശ്വതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം ആവേശത്തോടുകൂടി ലയണൽ മെസ്സിയും സംഘത്തെയും ലോകകപ്പ് ജേതാക്കളെ സ്വീകരിക്കുമെന്നുള്ളതാണ്. നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് ലഭിച്ച ഒരു ഓണസമ്മാനമായി തന്നെ ഇതിനെ കാണാം. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. നവംബർ 10 മുതൽ 18 വരെയുള്ള സമയങ്ങളിലാണ് ഈ വിൻഡോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം അങ്കോളയിലെ മത്സരത്തിന് ശേഷം അർജന്റീന ടീം 2ആയി, അതായത് ഒരു സംഘം 11-ാം തീയതിയും മറ്റൊരു സംഘം 12-ാം തീയതിയും കേരളത്തിലെത്തുമെന്നുള്ളതാണ് സ്പോൺസർമാരുടെ അറിയിപ്പ്. ഇതേ തുടർന്ന് 18-ാം തീയതി വരെ സമയമുണ്ട്. ഏതാണ്ട് ആ ആഴ്ചയിൽ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും പരമാവധി മത്സരം സംഘടിപ്പിക്കാൻ ശ്രമം എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ചില ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. കാരണം ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നിലവിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തെ ഒരു ഫുട്ബോൾ ടർഫിന് തുല്യമായി പരുവപ്പെടുത്തിയെടുക്കുക എന്നുള്ള വലിയ കടമ്പ മാത്രമാണ് മുന്നിലുള്ളത്. പക്ഷേ അത് അനായാസം ചെയ്യാൻ കഴിയും, മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് സ്പോൺസർമാർ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ. എന്താണെങ്കിലും മെസ്സിയും സംഘവും കളിക്കുമെന്നുറപ്പായി. എതിരാളി ആരാണ് എന്ന് മാത്രമാണ് അറിയേണ്ടത്. ഓസ്ട്രേലിയ സന്നദ്ധത അറിയിച്ചു എന്ന് പറയുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി മറ്റു ടീമുകളെ കൂടി, ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലുള്ള മറ്റ് ചില ടീമുകളെ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അശ്വതി, ശരി എൽദോ. അതിജീവിതയെ അമ്മയിലേക്ക് തിരിച്ചെടുക്കണമെന്ന നടി മല്ലിക സുകുമാരൻ അതിജീവിതയെ വേദനിപ്പിച്ച് പുറത്താക്കിയതാണ്. തെറ്റുതിരുത്തി തിരികെ എടുക്കണം. തിരുത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു സംഘടനയെന്നും മല്ലിക സുകുമാരൻ ന്യൂസ് 18നോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്ത് നിയമം വരും? നമ്മുടെ നിയമത്തിൽ കൂടെ പോയവരെയൊക്കെയാണോ തിരിച്ചെടുത്തത്? അല്ലല്ല, അങ്ങനല്ല. ഞാൻ ഇപ്പം 100% തിരിച്ചെടുക്കണം. അവരെ പോയി കണ്ട അവർ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് പറഞ്ഞത് തെറ്റാണ്. അവര് ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലല്ലോ ഇറങ്ങിപ്പോയത്. നമ്മളല്ലേ അവരെ എല്ലാം കൂടെ വേദനിപ്പിച്ച് പുറത്താക്കിയത്. അതൊക്കെ സത്യം തന്നെയാണ്. ആരും നുണ പറയുന്നതല്ല. നമ്മൾക്ക് പറ്റിയ തെറ്റുകൾ തിരുത്താൻ നോക്കണം. ഡെഫിനറ്റ്ലി അത് തിരുത്താൻ ഒരു സംഘടനയ്ക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ആ സംഘടനയുടെ ഒരു മിടുക്കെന്ന് പറയുന്നത്? ഒരു സമയത്ത് ഈ സംഘടനക്കാരെ അവിടെ നിന്ന് നിരത്തി ഇതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ചിരിച്ച് അട്ടഹസിച്ച് പുറകിൽ നിന്ന് ചാടിയവരൊക്കെയാണ് നമ്മളെയൊക്കെ ലൂസ് സ്റ്റോക്കേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. അത് പോട്ടെ, എന്തെങ്കിലും ആട്ടെ, അവരുടെ ഓരോരുത്തരുടെ രീതികൾ പോലിരിക്കും. പക്ഷേ ആ കുഞ്ഞിനെയൊന്നും ആ കുട്ടിയൊന്നും അങ്ങനെ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു സംഘടനയിലായി പോയതുകൊണ്ട് തെറ്റ് ചെയ്തത് കോടതി പറയട്ടെ. ഇപ്പൊ 3-4 പേരുടെ പേര് നമ്മൾ കേൾക്കുന്നില്ല. അവരോട് പറഞ്ഞു, അവരിവരോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതിന്റെ യഥാർത്ഥ സംഭവം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പുറത്തു വരും. അപ്പൊ പിന്നെ നമ്മുടെ ഒരു ഉത്തരവാദിത്തമല്ലേ, ഒരബദ്ധം പറ്റി, ഇങ്ങനെ വിഷമിച്ചു, ഒന്നുമില്ല കേട്ടോ, സോറി, ഞങ്ങളിങ്ങനെ പലരെയും അനുസരിക്കേണ്ടി വന്നു, അത് വിട്ട് എന്നൊന്ന് ഒരു സ്റ്റെപ്പ് താഴെ നിന്ന് പറഞ്ഞാലെന്തോ അപ്പോഴത്തേക്കും അഭിമാനം പോവുമോ? അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ പറഞ്ഞതിൻ്റെ ഇവിടുത്തെ അടിപിടി ആരും അറിയാതിരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാം അറിയാം. എന്നാലും ഇനിയെങ്കിലും അതൊക്കെ മാറ്റി നിർത്തിയിട്ട് അവിടെ എപ്പോഴും പറ്റുന്ന എന്താണെന്നറിയാമോ? ഒരു ഗ്രൂപ്പ്, അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേര്, വേണമെങ്കിലും വേണ്ടെങ്കിലും അമ്മ ആഫീസിൽ കയറി ഇറങ്ങും ചുമ്മാ കുറെ പേര്. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സകലമാന കേരളം കാണാം. അനുശ്രീ ചേരും. നമസ്കാരം.